ഈ തട്ടുകടയിലൊക്കെ മുളക് ബജ്ജി തിന്നുന്നു എന്നൊക്കെ പറയും. മുട്ട ബജ്ജി തിന്നുന്നു, മുളക് ബജ്ജി തിന്നുന്നു എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഈ തട്ടുകടയിൽ ഉണ്ടാക്കുന്നത് എനിക്ക് തിന്നാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് മുളക് വാങ്ങിച്ചുകൊണ്ട് പോയാൽ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ടാക്കി തിന്നാവും. അപ്പോൾ ഞാൻ കുറച്ച് മുളക് വാങ്ങിച്ചേ. അപ്പോൾ ഇതിപ്പോൾ 4 മണിക്കത്തെ കാപ്പിക്ക് ഇതൊരു കടിയാക്കാം. അതിന് വേണ്ടി മുളക് വാങ്ങിച്ചു. ആ മുളക് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ഇതിനകത്തെ സൂത്രം എടുത്ത് കളഞ്ഞു. കീറി കേട്ടോ, കീറി അങ്ങ് വിടിയിച്ചില്ല, നടുക്ക് മാത്രം ഇച്ചിരി കീറി. ഇതറിയാൻ മേലാത്തവർക്കാണേ, ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ അറിയാൻ മേലാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കീറി വിടിയിച്ചങ്ങ് വെച്ചു. എണ്ണ ചൂടാകാൻ അടുപ്പ് വെച്ചു. ഇനി ഇതിനകത്ത് നിറയ്ക്കുന്നത് എന്നാണെന്നറിയണ്ടേ? ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുക, ഒരു ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ 2 എണ്ണത്തിന് മതിയല്ലോ, 2-3 എണ്ണത്തിനുണ്ട് ഇത്. ഇതിനകത്ത് ഒരു ശകലം മുളക് പൊടി ചേർക്കും, ഒരു ശകലം ഉപ്പ് ചേർക്കും. എന്നിട്ട് അത് നല്ലപോലെ കുഴച്ച് ഫില്ല്. പിന്നെ ഇതിനകത്ത് സവോള എരിഞ്ഞ് ചേർക്കുന്നവരുണ്ട്, മല്ലിയില ഇടുന്നവരുണ്ട്. എനിക്ക് മല്ലിയിലയൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതൊന്ന് പൊടിക്കട്ടെ കേട്ടോ. ഇനി ബജ്ജി ആകണമെങ്കിൽ അതിന് വേറെ കൂട്ട് വേണമല്ലോ, അതിന് കവർ ചെയ്യാനാണ് മസാല കൂട്ടുണ്ടാക്കണമല്ലോ. അതിനകത്ത് കടലപ്പൊടി എടുത്തതേ. ഇതുപോലെ ഒരു ഗ്ലാസ്സിലെടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അതങ്ങ് അലുത്ത് മാവ് ഒഴുകി പോകുന്നൊന്നും പേടിക്കണ്ട. ഇനി ചെറിയ സ്പൂണിനൊരു 3 സ്പൂൺ എടുത്തു കടലപ്പൊടി. ഇനി അതിനകത്തോട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഒരു ശകലം അരിപ്പൊടി ഇടുന്നുണ്ട്. ഇത്രയും തന്നെ അരിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ശകലം കായം ഇടുന്നുണ്ട്, ഒരു ചുവയ്ക്ക് മാത്രം ശകലം കായം. പിന്നെ ഒരു ശകലം ഉപ്പ്, പിന്നെ ഒരു ശകലം മഞ്ഞൾ പൊടി ഇടും. അത് കളറിന് വേണ്ടിയിട്ട് എല്ലാവരും ചേർക്കുന്നത്. നമുക്ക് ചേർക്കണമെന്നില്ല, കളർ ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. എല്ലാവർക്കും ഒന്നും മഞ്ഞൾപ്പൊടിയുടെ ചുവ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ശകലം മുളക് പൊടി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഒരു ചെറിയ എരിവും ഒക്കെ. അപ്പോൾ ഇത് ഗരം മസാല ഇതിനിട്ടിട്ടുണ്ട് കുഴച്ചപ്പോൾ കേട്ടോ, ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാനൊരു ശകലം വെള്ളം ഒഴിച്ചു, ഒത്തിരി വെള്ളമായി പോകരുത്, ശകലം വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കുക. ഇനി ആ മുളക് കീറിയതിനകത്തോട്ട് ഈ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ തയ്യാറാക്കി ഇതിനകത്തോട്ട് നിറച്ച് വെക്കുക. നിറച്ചൊന്ന് ഫില്ല് ചെയ്ത് അങ്ങ് വിട്ടു പോകരുത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ തിന്നാനായിട്ട്. നിറച്ചിങ്ങോട്ട് മാറ്റി വെക്കും. നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളത് ഫില്ല് ചെയ്ത് വെച്ചേ. അപ്പോൾ ഗ്ലാസ്സിനകത്ത് തയ്യാറാക്കിയ മാവ് ഈ പരുവത്തിലാണ് കലക്കാവുള്ളൂ, ഒത്തിരി കലക്കരുത് കേട്ടോ. അറിയാൻ മേലാത്തവർക്കാണ് ഈ പറഞ്ഞു തരുന്നത്. നമ്മളിങ്ങനെ ഗ്ലാസ് വെക്കുന്നതിനാന്ന് വെച്ചാൽ അതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്, ഇതിലോട്ട് മുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറ്റുകയില്ലാത്തത് മുങ്ങുകയില്ലാത്ത സ്ഥലം ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കണം. തുറന്ന വീട്ടും മീഡിയം തീ മതി കേട്ടോ, ഒത്തിരി തീ ഇടണ്ടേ. അടുത്തതും കൂടെ ഫില്ല് ചെയ്യട്ടെ. നമ്മുടെ ബജ്ജി മുളക് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ചട്നി കൂട്ടി കഴിക്കുന്നവരുണ്ട്, ചുമ്മാതെ തിന്നുന്നവരുമുണ്ട്. ഇപ്പം ഞങ്ങളിത് ചുമ്മാതെ ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കാൻ പോവാം. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുന്നു. മുളക് ബജ്ജി റെഡിയായേ. അറിയാൻ മേലാത്തവരെല്ലാം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ 2 എണ്ണം പെട്ടെന്ന് തയ്യാറാക്കി എടുത്തതാണേ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയോ കറിവേപ്പില ചേർക്കുന്നവരുണ്ട്, മല്ലിയില ചേർക്കുന്നവരുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടമാകുന്ന രീതിയിൽ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചേർക്കാം. പെട്ടെന്ന് തയ്യാറാക്കാം 4 മണിക്കടി. ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.